ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ നോക്കും. തൊട്ട ഭൂമിയാണ് ലീഗിന് ഒരു കല്ലിടാൻ പറ്റില്ല എന്ന് പറഞ്ഞത്. ആ സ്ഥലത്താണ് നമ്മൾ നിൽക്കുന്നത്. എത്ര ദിവസമായിട്ടുള്ളത്? അതാണ് ഏറ്റവും അത്ഭുതം. അതായത് മുസ്ലിം ലീഗ് തോട്ടഭൂമി വാങ്ങിയിരിക്കുന്നു, ഇരട്ടി വില കൊടുത്ത് ഭൂമി വാങ്ങിയിരിക്കുന്നു. അങ്ങനെ ഒരുപാട് നുണക്കഥകൾ ഇറക്കിയിട്ട് ചില പത്രപ്രവർത്തകർ. അപ്പോൾ ഇത്രയും മനോഹരമായൊരു ഭൂമിയിലാണ് ഈ ടൗൺഷിപ്പ് ഉണ്ടായത് എന്നുള്ളതാണ് പലർക്കും പ്രയാസം ഉണ്ടാക്കിയത്. അതെ അതെ, പുനരധിവാസം ഏതെങ്കിലും കുന്നിന്റെ മുകളിലൊക്കെ ഭൂമി കൊടുക്കാറ്. ഇപ്പൊ ഇന്ന് ബൈറ്റ് എടുത്തപ്പോ ഒരു ചേട്ടൻ നമ്മളോട് പറഞ്ഞത് എനിക്ക് സ്വർഗം കിട്ടിയ പോലെയാണെന്ന് പറഞ്ഞത്. അദ്ദേഹം ഇവിടെ വന്ന് ഈ വീട് കണ്ടിട്ട് പോലും ഇല്ല. പക്ഷെ ആളുകൾ അഭിപ്രായം പറയുന്നൊക്കെ കേട്ടിട്ടില്ല, വീട് അങ്ങനെയാണ് ഇങ്ങനെയാണ്, ഇനി വന്ന് കാണും എന്നാ പറഞ്ഞത്. ഈ നറുക്കെടുക്കുമ്പോൾ ഓരോരുത്തരുടെ പേര് വിളിക്കുകയാണല്ലോ, അങ്ങനെ നറുക്കെടുത്തിട്ട്. അപ്പോൾ പേര് വിളിക്കുമ്പോൾ അവരെ കണ്ണ് നിറയാണ്. അവർ എണീറ്റ് കൈ ഉയർത്തുകാണ്ട് പേര് വിളിക്കുമ്പോൾ എണീറ്റിക്കുകയാണ്. പിന്നെ പലരും കണ്ണ് തുടക്കുകയാണ്. മാത്രമല്ല മുസ്ലിം ലീഗിനെ ട്രസ്റ്റ് ചെയ്യുന്നതിൻ്റെ ഒരു ഉദാഹരണമായിട്ട് പറയുമ്പോൾ ഒരാൾ എന്നോട് പറഞ്ഞത് എനിക്ക് നറുക്ക് കിട്ടി, പക്ഷേ എന്നേക്കാൾ അർഹതയുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ കൊടുത്തോളൂ, ഞാൻ വെയിറ്റ് ചെയ്യാൻ തയ്യാറാണ്.